ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ UDF രാഷ്ട്രീയത്തെ ഒരു തരത്തിൽ നിയന്ത്രിക്കുന്നത്. വയനാട്ടിലെ വർഗീസിൻ്റെ കൊലയ്ക്ക് ശേഷം കേരളത്തിൻ്റെ കാടുകളിൽ ആദ്യമായി 42 വർഷത്തിന് ശേഷം വെടിയേറ്റ് മുഴങ്ങിയത് യഥാർത്ഥത്തിൽ അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ്. തീർത്തും ദുരുദ്ദേശത്തോടെയുള്ള ചോദ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു ചോദ്യം വന്നത്. ആ ഗൗരവത്തിൽ കേരള സമൂഹം റിയാക്ട് ചെയ്തു എന്ന് CMന് തോന്നുന്നു. ഞാനൊരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോവുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. യാതൊരു വിശേഷങ്ങളും ആവശ്യമില്ലാത്ത കേരളത്തിൻ്റെ സുപരിചിതനായ 10 വർഷമായി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ്. സ്വാഗതം CM. ആദ്യം 10 വർഷമായി ഭരിക്കുന്നു, ഭരണത്തുടർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. എന്തുകൊണ്ട് ഭരണത്തുടർച്ച എന്നുള്ള ചോദ്യം അത് LDFൻ്റെ പ്രകടന പത്രികയായി വരും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ CM എന്നുള്ള നിലയ്ക്ക്, ഈ ദീർഘകാലമായി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഭരണത്തുടർച്ചയെക്കുറിച്ച് CMൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നറിയാൻ കൗതുകമുണ്ട്. കേരളത്തിൻ്റെ ഒരു അനുഭവം, ഒരു 10 വർഷം മുൻപ് കേരളത്തിനൊരു മാറ്റവും സംഭവിക്കില്ല എന്നൊരു തോന്നലായിരുന്നു ജനങ്ങൾ. LDF അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും ജനങ്ങളുടെ പ്രതീക്ഷയും അത് നിറവേറ്റുന്നതിനുള്ള നടപടികളിലേക്കാണ് നീങ്ങിയത്. ആ 5 വർഷം കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങളുണ്ടായി. പശ്ചാത്തല സൗകര്യത്തിൽ 600 വാഗ്ദാനങ്ങളായിരുന്നു LDF നൽകിയിരുന്നത് പ്രകടന പത്രിക. അതിൽ 20 ഒഴികെ ബാക്കിയെല്ലാം നടപ്പാക്കപ്പെട്ടു. 21 ആകുമ്പോഴേക്ക് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അല്ല സർക്കാരിന് ചെയ്യേണ്ടി വന്നത്. ഇവിടെ നമുക്ക് വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നു. ആ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ അങ്ങ് തകർത്ത് മുന്നേറുകയായിരുന്നു. പക്ഷേ നമുക്ക് സഹായം ലഭിച്ചില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് സഹായിക്കേണ്ടത്, സഹായിച്ചില്ല. ഒരുതരം ശത്രുതാഭാവത്തോടെയാണ് കേരളത്തോട് കേന്ദ്രം പെരുമാറിയത്. കേരളം തകരട്ടെ എന്ന മനോഭാവം. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ അതിജീവിക്കാൻ കഴിയും. ആ അതിജീവനം സാധ്യമായത് നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും കൊണ്ടാണ്. ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് കോവിഡിൻ്റെ മൂർധന്യ ദശയിലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചു വന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് 21 വന്നത്, തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ വലിയ വികാരം ഉയർത്താൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പക്ഷേ ജനങ്ങൾ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി LDF തന്നെ തുറന്നു ഭരിക്കണം തീരുമാനിച്ചു. ആ തുടർഭരണം കേരളത്തിന് പുതിയ അനുഭവം മാറി. കേരളത്തിലെ LDF മാറി മാറി അധികാരത്തിലിരുന്നിട്ടുണ്ട്. അധികാരത്തിലിരിക്കുന്ന ഘട്ടം നല്ല തോതിൽ നാട് വികസിച്ചു പോകും. പക്ഷേ അടുത്ത ഗവൺമെൻറ് UDFൻ്റെതായിരിക്കും. പിന്നെ അതിനൊന്നും തുടർച്ചയുണ്ടാവില്ല. മുന്നോട്ട് പോയത് തന്നെ തകർന്നു പോകും. ഇതിനാണ് മാറ്റം ഉണ്ടായത്. 21 കേരളം ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നൊരു നാടായി മാറി. നമ്മുടെ നാട് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറുമെന്ന് ആരും കണക്കാക്കിയതല്ല. 2021 തുടർഭരണം ലഭിച്ചതുകൊണ്ട് എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടുന്ന് മുന്നോട്ട് പോകാൻ പോയി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന പദവി നേടിയത്. ഇന്ത്യയിൽ 1ാമത്തെ സംസ്ഥാനം. തൊട്ട് പിറ്റത്തെ വർഷവും നമ്മൾക്ക് ആ പദവി നിലനിർത്താനായി. ആരോഗ്യരംഗം നേരത്തെ തന്നെ നല്ല മാറ്റമുണ്ടായി. ഈ തുടർഭരണം വന്നപ്പോൾ നമ്മൾ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കവച്ചു വെച്ചിരിക്കുകയാണ്. 2016 നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലക്കാണ് വലിയ പ്രാധാന്യം കൊടുത്തത്. കാരണം അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനും ഉന്നത വിദ്യാഭ്യാസവും ശ്രദ്ധിച്ചു. 2021 പ്രഖ്യാപിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റും. ഇതിനെയൊക്കെ
ഇനിയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി 2031 കേരളത്തിൻ്റെ 75-ാം വർഷമാണ്. വിഷൻ 2031 എന്നൊരു പരിപാടി സർക്കാർ തന്നെ സംഘടിപ്പിച്ചിരുന്നു. വിവിധ വകുപ്പുകൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അതിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ പ്രകടന പത്രിക വരാൻ പോവുകയാണ്, അതിലും ആ കാര്യങ്ങൾ വ്യക്തമാക്കും. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നൊരു കാര്യം നമ്മുടെ യുവതയുടെ ആഗ്രഹത്തിനനുസരിച്ച് നാടിനെ മാറ്റുക എന്നുള്ളതാണ്. 10 വർഷത്തെ നേട്ടങ്ങളെക്കുറിച്ച് CM എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ പോലും ഏറെക്കുറെ സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. 2 പ്രളയം, മറ്റ് ദുരന്തങ്ങൾ, വയനാട്ടിലെ ദുരന്തം, ഇതിനിടയിലൂടെയാണ് ഈ 10 വർഷം കടന്നുപോയത്. സാമ്പത്തികമായ അഭിവൃദ്ധിയെക്കുറിച്ച്, വികസനത്തെക്കുറിച്ചും ഉള്ള സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ ഏറെക്കുറെ സാങ്കേതികമായെങ്കിലും അംഗീകരിക്കപ്പെടുന്നുണ്ട്. പ്രതിപക്ഷം അതിനെതിരെ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഒന്നാം EMS സർക്കാരിൻ്റെ കാലം മുതൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം വരെ 1.5 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളം എടുത്തത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 6 ലക്ഷം കോടിയുടെ കടമെടുത്തിരിക്കുന്നു എന്ന വിമർശനമാണ്. ഈ വലിയ പൊതുകടം ഭാവിയിൽ വലിയ ഭാരമായി കേരളത്തിന് മുന്നിൽ വരും എന്നാണ് പ്രതിപക്ഷ വിമർശനം. കടത്തിൻ്റെ കാര്യം സാധാരണ നിലയിൽ നമ്മുടെ രാജ്യം വിവിധ സംസ്ഥാനങ്ങൾ എടുക്കുന്ന കടത്തിൻ്റെ ഭാഗം പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളുടെ തോതിൽ കടമെടുത്തൊരു സംസ്ഥാനമാണെന്ന് കാണാൻ കഴിയില്ല. നമ്മുടെ പൊതുവിഭവശേഷിയെ കൂടി ആശ്രയിച്ചാണ് കടത്തെ കാണുന്നത്. അങ്ങനെ നോക്കിയാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. 10-20 സംസ്ഥാനങ്ങൾ നമ്മളെക്കാളും കൂടുതൽ മുന്നിലാണ്, നമ്മളതിൻ്റെ പുറകിലാണ്. നമ്മുടെ കടമെടുപ്പ് ഒരു തരത്തിലും അധികമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എപ്പോഴും ഓരോ കാലത്തും കടം വർദ്ധിച്ചു വരാറുണ്ട്. കടം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കടം ഉപയോഗിക്കുന്നത് നാടിൻ്റെ പൊതുവായ വികസന കാര്യങ്ങൾക്കാണ്. ഇവിടെ എടുക്കുന്ന കടത്തിൽ 90% ചെലവഴിക്കുന്നത് വികസന കാര്യങ്ങൾക്കാണ്. ഒരു തരത്തിലും നമുക്ക് താങ്ങാവുന്നതിനപ്പുറം കടമെടുക്കുന്നില്ല. പിന്നെ കടമെടുക്കുന്നതിൽ അതിന് സാധാരണ നിലക്ക് ഏർപ്പെടുത്തുന്ന ധനനിയമം തന്നെയുണ്ട്. അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കടമെടുക്കുന്നത്. അപ്പോൾ കടം എന്നത് ഒരു തെറ്റായ പ്രചരണ രീതിയാണ്. ഏത് നാടിനും നാടിൻ്റെ വികസനത്തിന് ആവശ്യമായ പണം കടമായിട്ടെടുക്കേണ്ടതായിട്ട് വരും. ആ കടം എന്തിന് ചെലവഴിക്കും എന്നുള്ളതാണ് പ്രധാനം. ഇത്തരം ചെലവഴിക്കലിലൂടെ അത് തിരിച്ച് വീണ്ടും സർക്കാരിൻ്റെ കയ്യിലേക്ക് വരും, അതൊരു വരുമാന മാർഗമായിട്ട് വരും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാക്കി മാറ്റുന്ന ഒന്നായിട്ടല്ല നമ്മുടെ കടമെടുപ്പ് രീതി എന്നുള്ളതാണ് വസ്തുത. അത് പറയുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഞെരുക്കൽ, സാമ്പത്തികമായ ഞെരുക്കൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കേരളം അനുഭവിച്ചിട്ടുണ്ട്. പ്രളയ ദുരന്തമുണ്ടായപ്പോൾ സഹായിച്ചില്ല, വയനാട് ദുരന്തമുണ്ടായപ്പോൾ സഹായിച്ചില്ല, GSTയുടെ വിഹിതം കൃത്യസമയത്ത് തരുന്നില്ല, കടമെടുപ്പിൻ്റെ പരിധി, അനുവദിച്ച കടം തന്നെ എടുക്കുന്നതിന് സുപ്രീം കോടതിയിൽ പോകേണ്ട അവസ്ഥ വന്നു. പിന്നെ അങ്ങനെ പല നിരക്കും ഏറ്റവും ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം പോലും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇതിനെ കേരളം നേരിടുന്നുണ്ട്, ഭരണപരമായി നേരിടുന്നുണ്ട്, രാഷ്ട്രീയമായി നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ സമരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ മുൻകാലത്തുണ്ടായതുപോലെ ഒരു കേന്ദ്രവിരുദ്ധ രാഷ്ട്രീയ പ്രചാരണം കേരളത്തിൽ ഉണ്ടായതായി തോന്നുന്നുണ്ടോ? നേരത്തെ ഭരണവും സമരവും എന്നൊക്കെ EMSൻ്റെ കാലത്തൊക്കെ പറഞ്ഞിരുന്നല്ലോ. അല്ല, കേന്ദ്രത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി ഓരോ പ്രശ്നം വരുമ്പോഴും അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ കേരള നിയമസഭാ പ്രമേയം അംഗീകരിക്കുന്നുണ്ട്. യോജിച്ച പ്രക്ഷോഭത്തിന് ശ്രമിച്ചെങ്കിലും യോജിച്ച പ്രക്ഷോഭത്തിന് UDF തയ്യാറാകുന്നില്ല. എങ്കിലും LDF എന്ന നിലക്ക് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്, ഇവിടെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഡൽഹിയിൽ പോയി നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ പ്രക്ഷോഭത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. കോൺഗ്രസ് ഇവിടെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ വന്നില്ല എന്ന് മാത്രം.
ബാക്കി എല്ലാ ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം അതിൽ പങ്കെടുക്കുന്ന നിലയുണ്ടായി. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കേണ്ട കാര്യത്തിൽ ഒരു ഘട്ടത്തിലും കുറവ് വരുന്നില്ല. പ്രക്ഷോഭം നടത്താനും നമ്മൾ സന്നദ്ധരായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഓരോ ഘട്ടത്തിലും അത് നല്ല നിലക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതൊരു കേരളത്തിൻ്റെ ഒരു പൊതു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറേണ്ട ഒരു കാര്യമായിരുന്നല്ലോ. അത് ആ നിലയ്ക്ക് മാറിയിട്ടുണ്ടോ? ഇപ്പോൾ വികസന പദ്ധതികളെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ നടത്തിപ്പിലെ കാര്യക്ഷമതയെക്കുറിച്ച് പറയുന്നു, അതിലുണ്ടായ നേട്ടങ്ങൾ പറയുന്നു. അതിൻ്റെ പാരലായി തന്നെ കേരളം എന്ന നിലയ്ക്ക് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി ഉയർത്തപ്പെട്ടിട്ടുണ്ടോ? അവിടെയാണ് കേരളത്തിൻ്റെ ദൗർഭാഗ്യകരമായ അവസ്ഥയുള്ളത്. ഇപ്പോൾ കേരളം നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിട്ടു. ആ ഘട്ടത്തിൽ ആവശ്യമായ സഹായം നൽകുന്നില്ല. സഹായം നൽകാതിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് എല്ലാവരും കൂടി ചേർന്നാണല്ലോ. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഭാഗമായ പ്രതിപക്ഷം അതിന് സന്നദ്ധമല്ല. നിർഭാഗ്യകരമായി ഉണ്ടായ കാര്യം, ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ എം പിമാരുണ്ട്. അത് വലിയ ഭൂരിപക്ഷമാണ് UDF-ന്. പക്ഷേ ഒരക്ഷരം ഇതിനെതിരായിട്ട് സംസാരിക്കാൻ അവർ തയ്യാറല്ല. അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിനെതിരായിട്ട് മാത്രമേ അപ്പോൾ സംസാരിക്കൂ. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ടവർ സ്വീകരിച്ച നിലപാട് ഓർക്കണം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യപ്പെടുന്ന അവസ്ഥ വന്നു. പണം കൊടുക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തു. അത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കുന്ന നിലയല്ല. അങ്ങനെയൊരു നിലപാട് അവർ പരസ്യമായി തന്നെ സ്വീകരിച്ചു. ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ഒരു ഘട്ടം നമ്മുടെ കയ്യിൽ പണമില്ല, വേറൊരു ഘട്ടമാണ്. ആ പണമില്ലാത്തത് കൊണ്ട് നമ്മൾ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുകയാണ്. കുറച്ച് ദിവസത്തെ ശമ്പളം അവർ സമ്മതിച്ചു തരിക എന്നുള്ളതാണ്. അതിൻ്റെ അഭ്യർത്ഥന നടത്തി. ആ അഭ്യർത്ഥനയോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? കോൺഗ്രസും UDF-ഉം അത് സഹകരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു, കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. അതിനെതിരെ കേസ് പോയി. ഇതൊക്കെ നാടിൻ്റെ ഒരു ദുരനുഭവമാണല്ലോ. നമ്മുടെ നാട് ഒഴികെയുള്ള മറ്റ് നാടുകൾ നോക്കും, മറ്റ് സംസ്ഥാനങ്ങൾ നോക്കും. അവിടങ്ങളിലൊക്കെ എല്ലാവരും ഒന്നിച്ചു നിൽക്കും നാടിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്തരമൊരു ശീലമേ ഇല്ല. നമ്മുടെ വിവിധ പദ്ധതികൾ, ആ പദ്ധതികൾക്ക് എതിരാണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷം. അത് ആ എതിർക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കേണ്ട പദ്ധതികൾ തന്നെ ചിലത് മുടങ്ങിപ്പോയല്ലോ. ഇപ്പോൾ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു റെയിൽ പദ്ധതി നമ്മൾ കൊണ്ടുവന്നു, K-Rail. അത് സാധാരണ നിലക്ക് ആരാലോചിച്ചാലും നാടിന് ആവശ്യമായൊരു പദ്ധതിയാണ്. പക്ഷേ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ LDF അധികാരത്തിലിരിക്കുമ്പോൾ വേണ്ട എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തീർത്തു. ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി BJP ഗവൺമെൻറ്റും അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതൊക്കെയല്ലേ നമ്മുടെ അനുഭവം. നമുക്കിവിടെ എയിംസ് കിട്ടുന്നില്ല. മറ്റൊരു നാടാണെങ്കിൽ എല്ലാവരും കൂടി അതിന് ശബ്ദിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ശബ്ദമുയരുന്നില്ല. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്താൻ തയ്യാറല്ല എന്നർത്ഥം. കേരളത്തോട് BJP കാണിക്കുന്ന അവഗണന, BJPയെ കേരളം അവഗണിക്കുന്നതിലൂടെ വരുന്ന ഒരു രാഷ്ട്രീയ വിരോധമാണ്. കാരണം കേരളം മതനിരപേക്ഷതയുടെ വളനിലമാണ്. നമ്മുടെ നാട് BJPയെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതൊരു രാഷ്ട്രീയ വിരോധമായി നാടിനോടും ജനങ്ങളോടും മാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരു കാര്യവും ചെയ്യാൻ തയ്യാറല്ല. ഇപ്പോൾ പ്രകൃതി ദുരന്തം നടന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും സഹായം നൽകിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് അഡ്വാൻസായി സഹായം നൽകിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തം വന്നേക്കുമെന്ന് കണ്ടിട്ട്. നമ്മുടെ നാടിന് മാത്രം സഹായമില്ല. അർഹതപ്പെട്ടതും നിഷേധിക്കുന്നു. 2.5% ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ജനസംഖ്യാനുപാതികമായിട്ട് അത്രയും നികുതി വീതം നമുക്ക് കിട്ടണ്ടേ? പക്ഷെ നമുക്ക് ലഭിക്കുന്നത് 1.9% മാത്രമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒന്നിലും പ്രതികരിക്കാൻ സംസ്ഥാനത്ത് പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറില്ല. അത്
BJPക്ക് രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി നിലപാടെടുക്കുന്നു. എന്നാൽ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന UDF തന്നെ ഇവിടെ ഭരിച്ചില്ലല്ലോ. 2021 മാത്രമാണല്ലോ ഭരണത്തിലെത്താതിരുന്നത്. മറ്റ് നേരത്തെ ഇവിടെ ഭരിച്ച മുന്നണിയല്ലേ. അവർക്കും കേരളത്തിൻ്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല. കേരളത്തിന് വേണ്ടി ശബ്ദം ഉയർത്താൻ പറ്റുന്നില്ല. ഇതൊരു നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക ഗതികേടാണ് എന്ന് നമ്മൾ കാണണം. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ നാട് മുന്നോട്ട് പോയി, എല്ലാ രംഗത്തും മുന്നോട്ട് പോയി. അതാണ് നമ്മൾ കാണേണ്ട വസ്തുത. വികസനം പറഞ്ഞ് വികസന പദ്ധതികളും അതിൻ്റെ നേട്ടങ്ങളുമായിരിക്കും LDF സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന മുദ്രാവാക്യ വിഷയങ്ങളായി മുൻപോട്ട് വയ്ക്കുക. അതോടൊപ്പം പൊതുരാഷ്ട്രീയ ചിത്രവും മുന്നോട്ട് വരുമല്ലോ. ഒരു 10 വർഷം തീർത്തും ഭരണത്തിനെതിരായൊരു വികാരമില്ലാത്ത 10 വർഷമായിരുന്നു എന്ന് നമുക്ക് കരുതാമോ? സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ഭരണം നിലനിൽക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നൊരു സങ്കല്പമാണ് ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരു പൊതുവിലൊന്ന് സഞ്ചരിച്ചാൽ, പൊതുവെ വീടുകളുമായും കുടുംബങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ അത്തരമൊരു വികാരം എവിടെയും കാണാനാവില്ല. ഇതാണ് വസ്തുത. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു വികാരം പൊതുവെ നിലനിൽക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ കാര്യം, ഓരോ തദ്ദേശ സ്ഥാപനവും അതത് സ്ഥലത്തെ ഗവൺമെൻറ്റാണ്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ വിലയിരുത്തലാണ് അവിടെ നടക്കുന്നത്. അതിൽ ചില തിരിച്ചടികൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യമല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. ആ ഘട്ടത്തിലും സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള എന്തെങ്കിലും വികാരമുണ്ടായി എന്ന് എവിടെയും അനുഭവമില്ല. അപ്പോൾ പൊതുവിലുള്ള അനുഭവം ഇതാണ്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ഭരണ നടപടികളുമായി ബന്ധപ്പെട്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പ്രത്യേക പ്രൊഫഷണൽ ഏജൻസികൾ നിശ്ചയിച്ച് നുണകൾ മെനയുകയാണ്. ആ നുണകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള നുണകൾ. പണ്ട് ഗീബൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നുണ സത്യമാണെന്ന് തോന്നുന്ന തരത്തിൽ അവതരിപ്പിക്കുക, അത് കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുക, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് സത്യമായിട്ട് ആളുകൾക്ക് തോന്നും എന്നാണല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെല്ലാം ആയുസ്സുണ്ടാകുന്നത് യഥാർത്ഥ വസ്തുക്കൾ ചെല്ലുന്നിടം വരെയാണ്. യഥാർത്ഥ വസ്തുക്കൾ വീടുകളിലും ആളുകളിലും എത്തിക്കണം എന്നുള്ളതാണ് പൊതുവെ LDF പ്രവർത്തകർ ഇപ്പോൾ സ്വീകരിക്കുന്ന നില. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും റിസൾട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമല്ല. 1977 മുതൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇടതുപക്ഷ ഭരണം ഇല്ലാതിരുന്ന സന്ദർഭം ഉണ്ടായിട്ടില്ല. 12 വർഷത്തോളം ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഒന്നിച്ച് ഭരണമുണ്ടായിരുന്ന സാഹചര്യം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സൂചന നൽകുന്ന പോലെ, അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഫലം സൂചിപ്പിക്കുന്ന പോലെ ഇടതുപക്ഷം ഇത്തവണ പരാജയപ്പെട്ടാൽ അരനൂറ്റാണ്ടിനിടയിൽ ഇടതുപക്ഷ ഭരണം ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത ഒരു സാഹചര്യം വന്നു ചേരും. അങ്ങനെ ഒരു അധിക ഭാരം ഈ തെരഞ്ഞെടുപ്പിനുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൽ ഇടതുപക്ഷവും അത് പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ. ദേശീയ സാഹചര്യം പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് LDFനെതിരായൊരു വികാരം നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായി LDFന് ജയിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ദേശീയ സാഹചര്യം പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ആ തരത്തിലൊരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്ന് തന്നെയാണ് ഇടതുപക്ഷവും LDFും കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇത് തൊട്ടു മുമ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം LDFനുണ്ടായി. പക്ഷേ 2021 തിരിച്ച് അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവിൽ വിലയിരുത്തപ്പെട്ടത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം വലിയ തോതിൽ LDFനൊപ്പം നിന്നു. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, CM തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ചൊരു നേതാവ് എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു വലിയ ലീഡർഷിപ്പ്. പിന്നെ അന്ന് ഈ പൗരത്വ നിയമ ഭേദഗതി പോലെയുള്ള കാര്യങ്ങളിൽ എടുത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട്, ഇതൊക്കെ ഒരു കാരണമായിരുന്നു അന്ന് അത്തരത്തിലുള്ളൊരു കൺസോളിഡേഷൻ ഉണ്ടാവാൻ. പക്ഷേ ഇപ്പോൾ മുസ്ലിം മൈനോറിറ്റിയുമായിട്ടൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് എന്ന മട്ടിൽ വിമർശനങ്ങളുണ്ട്. ആ സമുദായത്തിനകത്തുനിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് യഥാർത്ഥത്തിൽ
അത്തരത്തിലുള്ള വിമർശനമല്ല. ആ വിമർശനം സൃഷ്ടിക്കപ്പെടുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിൽ ന്യൂനപക്ഷം വലിയ തോതിൽ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്ന നില കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വന്നു ചേർന്നു. പടിപടിയായിട്ട് അത് വർദ്ധിക്കാനുണ്ടായിരുന്നു. നേരത്തെ അതായിരുന്നില്ല, വല്ലാത്തൊരു അകൽച്ചയായിരുന്നു. നേരെ വിപരീതമായിട്ടുള്ള നില സംഭവിച്ചു. അങ്ങനെ വന്നപ്പോൾ അത് ആപത്താണ്. ന്യൂനപക്ഷം അങ്ങനെ ഇടതുപക്ഷത്തെ സ്വീകരിച്ചുകൂടാ എന്നൊരു നിലയിലേക്ക് പലരും എത്തിച്ചേർന്നു. അതിന് ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് കണ്ടു. മറ്റൊന്നും പറയാനില്ല. വസ്തുതകൾ പറഞ്ഞുകൊണ്ട് നേരിടാൻ പറ്റില്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ബോധപൂർവമുള്ള തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ പറ്റുന്ന പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. പലതരത്തിലുള്ള പ്രചരണങ്ങൾ. അത് അടിസ്ഥാനപരമായ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ എല്ലാ ഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷം രഹസ്യമായി മർമറിംഗ് ക്യാമ്പയിൻ എന്ന നിലക്ക് അങ്ങനെയല്ല. ഒരു ചിലരുമായിട്ട് നല്ല യോഗ്യതയിലാണ്, നല്ല വർഗീയ ശക്തികളുമായിട്ട് നല്ല ചങ്ങാത്തത്തിലാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ട്. LDF ഗവൺമെൻറ്റിന് അങ്ങനെ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ ഉദാഹരണം പറഞ്ഞല്ലോ. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിന്ന് ആരുടെ പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ കേരള ഗവൺമെൻറ്റും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഇവിടുന്ന് അയക്കാൻ വേണ്ടി നോക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SIR നടപ്പാക്കിയിട്ടുള്ളത്. ഇങ്ങനെയെല്ലാമുള്ള പ്രചരണങ്ങൾ വ്യാപകമായി ഈ വിഭാഗത്തിൽ അഴിച്ചുവിടുകയാണ്. അതിലൂടെ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രചരണം ഒരു ഭാഗത്ത് മർമറിംഗ് ക്യാമ്പയിനുണ്ട്, മറ്റൊരു ഭാഗത്ത് ബോധപൂർവം അയക്കുന്ന സോഷ്യൽ മീഡിയ മെസ്സേജുകളുണ്ട്. ഇതിലൂടെയൊക്കെ LDFനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനി ആയുസ് അധികമില്ല. അത് ആളുകളിൽ കൃത്യമായി യഥാർത്ഥ വസ്തുക്കൾ എത്തുന്നവരെ ആയുസുള്ളൂ. അപ്പോൾ ആ യഥാർത്ഥ വസ്തുക്കൾ എത്തിക്കുന്നതിന് LDF ഇപ്പോൾ നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ അതിനെ നേരിടാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. പൊതുവിൽ ന്യൂനപക്ഷം ഇടതുപക്ഷത്തിനെതിരോ LDFനെതിരോ അല്ല. നേരത്തെയുള്ള തരത്തിൽ തന്നെ LDFന് നല്ല സ്വീകാര്യത നിലനിൽക്കുന്നുണ്ട്. അത് തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സന്ദേശങ്ങൾ കൃത്യമായി എത്തിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു അകൽച്ചയില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയില്ല. കാരണം യഥാർത്ഥ വസ്തുക്കൾ എത്തുന്നുണ്ട്. എല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ വസ്തു എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിം സമൂഹത്തിലെ സംഘടനാ രൂപങ്ങളോട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഓരോ സംഘടനാ രൂപങ്ങളോടും ഓരോ പ്രത്യേക നിലപാടായിരുന്നു. ഇപ്പോൾ PDPയോട് ഒരു നിലപാട്, മുസ്ലിം ലീഗിനോട് അതിനനുസരിച്ചൊരു നിലപാട്, ജമാഅത്ത് ഇസ്ലാമിയോട് മറ്റൊരു നിലപാട്, പോപ്പുലർ ഫ്രണ്ടിനോട് മറ്റൊരു നിലപാട്. ഇപ്പോൾ മുസ്ലിം സംഘടനാ രൂപങ്ങളെ ഒന്നിച്ച് ഒറ്റ കള്ളിയിലേക്ക്, ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രചരണ രീതി ഇടതുപക്ഷം കൈക്കൊള്ളുന്നു എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്നായി കാണാൻ തുടങ്ങിയിട്ടുണ്ടോ ഇടതുപക്ഷം? ഒരു തരത്തിലും ശരിയല്ലത്. അത് പ്രത്യേക താല്പര്യത്തോടെ ചില വിഭാഗങ്ങൾ നടന്ന പ്രചരണമാണ്. ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടാണ്. വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ വർഗീയ ശക്തിയെ കടുത്ത രീതിയിൽ വിമർശിക്കും. അത് വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടായിട്ടല്ല അവർ ചിത്രീകരിക്കുക. ആ ജനവിഭാഗത്തിനെതിരെയുള്ള വിമർശനമായി ചിത്രീകരിക്കാൻ നോക്കുക. ഇപ്പോൾ ഞങ്ങൾ RSSനെ വിമർശിക്കുന്നു. RSSനെ വിമർശിക്കുമ്പോൾ അത് ഹിന്ദുക്കളെ വിമർശിക്കലാണ് എന്ന് പറയാൻ RSS നോക്കും. പക്ഷേ അതങ്ങനെ യേശുന്നില്ലല്ലോ. RSSനെതിരെയുള്ള വിമർശനം ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉപേക്ഷിക്കുന്നുമില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും മറ്റ് മുസ്ലിം സംഘടനകൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ലല്ലോ. മുസ്ലിമിനെ പൊതുവായിട്ട് അത് ബാധിക്കുന്ന കാര്യമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ വർഗീയതയെ വിമർശിക്കുക എന്നുള്ളത് വർഗീയതയ്ക്കെതിരായുള്ള വിമർശനം മാത്രമാണ്.
നമ്മൾ കാണേണ്ടത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. അപ്പോൾ ആ മതനിരപേക്ഷ ചിന്താഗതിക്കാരെ ഒപ്പം നിർത്തിക്കൊണ്ട് വർഗീയതയെ നേരിടുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം. എല്ലാ വർഗീയതയും നേരിടുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അതിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷേ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വർഗീയ ശക്തികൾ ശ്രമിക്കും. അവർ നടത്തുന്ന പ്രചാരവേലയുടെ ഒരു ഭാഗമാണിത്. ഇതിൽ ജമാഅത്തിനോടുള്ള വിമർശനമാണ് വലിയ തോതിൽ ചർച്ചയായത്. ജമാഅത്തിനോട് അനുപാതത്തിൽ കൂടുതലായി, അവരുടെ പ്രാധാന്യത്തെക്കാൾ കൂടുതലായി ജമാഅത്ത് വിമർശനമുണ്ടായി എന്ന ക്രിറ്റിസിസമാണ് വന്നത്. ഒരു ഘട്ടത്തിൽ UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം ഉണ്ടാകും ജമാഅത്തെ ഇസ്ലാമിയെ പ്രതി എന്ന മട്ടിൽ ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശമുണ്ടായി. ആ തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതി ഒരു മുസ്ലിം വിരുദ്ധത CPIMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വിമർശനം ഉയർന്നു വന്നു. ജമാഅത്തിനോടുള്ള വിമർശനം ഒരു പരിധിക്ക് മേലെ, അതായത് അവരുടെ പ്രാധാന്യത്തിനപ്പുറത്തേക്കായി എന്ന് കഴിഞ്ഞ ദിവസം ദേശീയ ജനറൽ സെക്രട്ടറി സംസാരിക്കുമ്പോൾ അനുപാതരഹിതമായി ജമാഅത്തിനെ വിമർശിക്കുന്നത് ഞങ്ങളുടെ നയമല്ല എന്ന് ഞങ്ങളോട് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചതായി തോന്നുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് അർഹമായ വിമർശനം മാത്രമേ നമ്മൾ ഉയർത്താറുള്ളൂ. അനർഹമായ ഒരു വിമർശനവും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉയർത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുസ്ലിം സംഘടനകൾ തന്നെ അംഗീകരിക്കാത്ത, സ്വീകരിക്കാത്ത ഒരു വിഭാഗമാണ്. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും വിപുലമായ വിഭാഗം സുന്നി വിഭാഗമാണല്ലോ. ആ സുന്നി വിഭാഗത്തിലെ 2 പ്രധാന സംഘടനകളും ഒരേപോലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ UDF രാഷ്ട്രീയത്തെ ഒരു തരത്തിൽ നിയന്ത്രിക്കുന്നത്. അത് അവരുടെ ശേഷി വെച്ചുകൊണ്ടല്ല, അവരുടെ ആൾബലം വെച്ചുകൊണ്ടല്ല, എന്നാൽ അവരുടെ മറ്റു തരത്തിലുള്ള കഴിവ് നല്ലതുപോലെ ഉപയോഗിക്കുകയാണ്. ആ കഴിവ് ലീഗിലൂടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വരുന്നത്. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രചരണങ്ങളുടെയൊക്കെ നേതൃത്വം വഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉപദേശങ്ങൾ അവരുടെ ഭാഗത്താണ് വരുന്നത്. അതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്ന അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിമർശനം ഞങ്ങൾ നടത്തേണ്ടത് ഞങ്ങൾ ഉയർത്തിയിട്ട് തന്നെയുണ്ട്. അത് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിനെതിരായിട്ടുള്ള കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ അത് പൊതുവിൽ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ളതോ മുസ്ലിമിനെതിരായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു വിമർശനമായിട്ട് കാണേണ്ടതേയില്ല. ഇതിൻ്റെ തുടർച്ചയിൽ എപ്പോഴും നിരന്തരമായി ചോദിക്കപ്പെട്ടതും നിരന്തരമായി CM ഉത്തരം പറഞ്ഞതുമായിട്ടുള്ളൊരു ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. ആ നിലപാട് ഞാൻ സ്വീകരിക്കുന്നു എന്ന് CM പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിക്കുന്നത്, ആ മുസ്ലിം എന്നുള്ള വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സംസാരിച്ചതിനെക്കുറിച്ചല്ല. അതിൻ്റെ തുടർച്ചയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്, മുമ്പ് അദ്ദേഹം BDJS രൂപീകരണ യാത്രയിൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം ഉയർത്തുന്നു. ഇപ്പം അദ്ദേഹം അത് നായാടി മുതൽ നസ്രാണി വരെ എന്ന് ആ യോജിപ്പുണ്ടാവണം കേരളത്തിൽ എന്ന അഭിപ്രായം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അതിനോട് പ്രതികരിക്കണ്ടേ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹം? ഇത് നേരത്തെ അവരുയർത്തുന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വിഭാഗങ്ങളും കൂടിയുള്ളൊരു മുന്നണി അവർ നേരത്തെ രൂപീകരിച്ചിരുന്നു. അതിൽ ഈ SNDPയുടെ ഭാഗവും മുസ്ലിം സംഘടനകളും എല്ലാം അണിനിരന്നുകൊണ്ടുള്ള നീക്കങ്ങൾ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, ഞങ്ങളിങ്ങനെ യോജിച്ച് പ്രവർത്തിച്ചവരാണ് എന്നൊക്കെയുള്ളത്. മറ്റ് മാനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതപ്പോൾ നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഈ പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ടേമിൻ്റെ വ്യവസ്ഥ നടപ്പിലാക്കിയപ്പോൾ ചില ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ശൈലജ ടീച്ചറെ പോലുള്ള ആളുകൾ ക്യാബിനറ്റിലേക്ക് വന്നില്ല. അതിനുശേഷം രൂപപ്പെട്ട ഒരു വിമർശനത്തിൻ്റെ സ്വഭാവം താങ്കളിലേക്കും നേതൃത്വത്തിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അധികാരം കേന്ദ്രീകരിക്കാനുള്ള ശ്രമമുണ്ട് എന്നതായിരുന്നു. താങ്കളുടെ മരുമകൻ പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ ആദ്യമായി MLA ആവുകയും മന്ത്രിയാവുകയും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വെച്ച് BJP ആണ് ഈ ഒരു പ്രചാരണത്തിന് തുടക്കമിട്ടത്.
ഞങ്ങൾ കഴിഞ്ഞ പല ഘട്ടങ്ങളിലായി UDF നേതാക്കളോട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരത് റൂൾ ഔട്ട് ചെയ്യുന്നില്ല. CM അക്കാര്യത്തിലൊരു അങ്ങനൊരു അധികാര കേന്ദ്രീകരണം ഉണ്ടായി എന്ന വിമർശനത്തോട് എന്താണ് മറുപടി പറയാനുള്ളത്? ഇവിടെ കാണേണ്ട ഒരു കാര്യം, 2021 ഞങ്ങൾ പൊതുവെ എടുത്ത ഒരു നിലപാടുണ്ട്. അത് മന്ത്രിമാരായിരുന്നവർ വീണ്ടും മന്ത്രിമാരാകേണ്ടതില്ല എന്നാണ്. എന്തിനാണ് നിങ്ങൾ ഒരാളുടെ പേര് മാത്രം എടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു സൗദ്ദേശത്തോടെയുള്ള ഞാനത് ചുരുക്കി ചോദ്യമല്ല. പറയാൻ അല്ല, പറഞ്ഞു. സൗദ്ദേശത്തോടെയുള്ള ചോദ്യമല്ല, തീർത്തും ദുരുദ്ദേശത്തോടെയുള്ള ചോദ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു ചോദ്യം വന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പൊതുവെ എടുത്തൊരു കാര്യം പൊതുവെ എടുത്ത കാര്യമായിട്ട് കാണണ്ടേ? എന്താണ് നിങ്ങൾ അന്നത്തെ 2016-21 കാലത്തുള്ള മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ ഒഴിവായതിനെക്കുറിച്ച് കാണാത്തത്? ശൈലജ ടീച്ചർ മാത്രമാണ് ഒഴിവായത്? എല്ലാവരും ഒഴിവായില്ലേ? പൊതു തീരുമാനമല്ലേ അത്? അതിൻ്റെ ഭാഗമായി ഒഴിവാക്കുന്ന നിലയല്ലേ ഉണ്ടായത്? എന്തിനാണ് നിങ്ങളുടെ കേൾവിക്കാരെയോ കാഴ്ചക്കാരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? അതാണോ നിങ്ങളുടെ ധർമ്മം? അതിനുവേണ്ടിയാണോ നിങ്ങൾ ശ്രമിക്കേണ്ടത്? അപ്പോൾ തീർത്തും തെറ്റായൊരു നിലപാടാണ് മന്ത്രിസഭയിലുണ്ടായിരുന്നപ്പോൾ TP രാമകൃഷ്ണനെ പോലുള്ള നിങ്ങൾ ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരും മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളും മാറി. മുഴുവൻ എല്ലാം ആളുകളും പുതിയ ആളുകളാണ് വന്നത്. അതല്ലേ ഞാൻ നിങ്ങൾ വേറെ പറയുന്നത്? രീതിയിൽ ആ ചോദ്യം അല്ല, frame വേണ്ട, ചെയ്യാം. നിങ്ങൾ ചോദിച്ചതിനാണല്ലോ ഞാൻ മറുപടി പറയേണ്ടത്. ഞാൻ ആ മറുപടി തന്നെ പറയാം. അപ്പോൾ അതാണ് അതിൽ കാണേണ്ടത്. അതാണ് വസ്തുത. എല്ലാവരും മാറാൻ തീരുമാനിച്ചു, എല്ലാവരും മാറി. അപ്പം അതിനെ വക്രീകരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയൊരു നിലപാട് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ദോഷം സംഭവിച്ചോ കേരളത്തിൽ? ഞാൻ നിങ്ങളെപ്പോലത്തെ പ്രതിപക്ഷ ചില ആളുകൾ വിമർശനത്തെക്കുറിച്ചാണ് അല്ല, പറഞ്ഞത്. അങ്ങനെയാണല്ലോ പറയുക. നമ്മൾ പ്രതിപക്ഷ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവതരിപ്പിക്കുക. ഉദ്ദേശം എല്ലാവർക്കും വ്യക്തമാവുമല്ലോ. അതാണല്ലോ നിങ്ങളെ നാക്കിലൂടെ പുറത്തു വന്നത്. അതാണല്ലോ വ്യക്തമായത്. അതിനെക്കുറിച്ചാണ് ഞാൻ പ്രതികരിച്ചത്. നിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ചാണ് പ്രതികരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്ന കാര്യത്തിൽ ഇപ്പോൾ നാട്ടിലുണ്ടായ അവസ്ഥ എന്താ? ഈ 2021 ശേഷമുള്ള ഗവൺമെൻറ് പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ എൻ്റെ അനുഭവത്തിൽ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ മന്ത്രിമാരും അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്ന സ്ഥിതി തന്നെ വന്നിട്ടുണ്ട്. ചിലരെക്കുറിച്ച് 2016-21 കാലത്തെ മന്ത്രിമാർക്ക് പകരമാകുമോ എന്നൊരാശങ്ക ആദ്യഘട്ടത്തിൽ പലർക്കും ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലത്തെ ചിലർ സൃഷ്ടിച്ച ഉണ്ടായിരുന്നു. ആശങ്കയും കൂടിയുണ്ട്. പക്ഷേ എന്താ വസ്തുത? എല്ലാവരും നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചില്ലേ കാര്യങ്ങൾ? എന്തിനാണ് നമ്മളങ്ങനെ വില കുറച്ച് കാണേണ്ട കാര്യം? നമ്മുടെ അനുഭവത്തിൽ അത് തെറ്റിപ്പോയെങ്കിലല്ലേ ഇത് തെറ്റിപ്പോയി എന്ന് പറയേണ്ടത്. നല്ല കേരളത്തിന്റെ അല്ല, ഞാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോവുകയാണ്. അത് ഞാനൊരു ചില ചോദ്യ രൂപത്തിൽ ഉന്നയിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടല്ലോ. നല്ല ഫലപ്രദമായി നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ. ഈ ഘട്ടം ആകെ എടുത്തു നോക്കൂ, ഓരോ വകുപ്പും എടുത്ത് നോക്കൂ നിങ്ങൾ. ആ വകുപ്പിലൊക്കെ ഫലപ്രദമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതല്ലേ വസ്തുത. പിന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് എൻ്റെ മരുമകനായത് ഒരു അയോഗ്യതയായിട്ട് മാറുമോ? അയാൾക്ക് അയാളുടേതായ വ്യക്തിത്വം ഇല്ലേ? ആ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അയാൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി പ്രവർത്തിച്ചത്? ആ ഘട്ടത്തിലല്ലേ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്? ആ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അയാളെ മന്ത്രിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് എൻ്റെ കുടുംബത്തിലേക്ക് ഒരു മന്ത്രിയാവട്ടെ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വരുന്ന തീരുമാനമാണോ? അതുപോലും മനസ്സിലാക്കാനുള്ള സെൻസ് നിങ്ങളെപ്പോലുള്ളൊരു മാധ്യമരംഗത്തുള്ള ഒരാൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെയും ദുരുദ്ദേശമല്ലേ അതിനകത്ത് കാണാൻ പറ്റുക? സൗദ്ദേശമാണോ അതിൻ്റെ ഭാഗമായിട്ടുള്ളത്? CM ദുരുദ്ദേശം വെച്ചല്ല, അതായത് അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു അടുത്ത ചോദ്യം. അങ്ങനെ ദുരുദ്ദേശപരമായി കാര്യങ്ങൾ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാർട്ടി എന്ന നിലക്ക് തീരുമാനിച്ചിട്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കുകയാണ്. അദ്ദേഹത്തിന് PWD ഉണ്ട്, ടൂറിസവും ഉണ്ട്. ആ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്തു പോവുകയാണ്. എന്താണ് അതിൽ പ്രത്യേകത? ആ വകുപ്പിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു തരത്തിലും പ്രവർത്തിക്കാൻ പറ്റാത്ത ആളായിട്ടുണ്ടോ? ഞങ്ങൾ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെ ഓരോരുത്തരെയും എടുത്തു നോക്കൂ. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അവരെപ്പറ്റി പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാനുണ്ടോ? നല്ല നിലക്ക് പ്രവർത്തിച്ച് പോയിട്ടില്ലേ? അപ്പോൾ പാർട്ടി എതിരാളികൾ അല്ലെങ്കിൽ LDF എതിരാളികൾ അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന അവരുടെ രീതിയിലുള്ള അവതരണം വരുത്തുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ പൊതുവികാരമാണ് തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ BJP ആണ് ഈ പ്രചരണം നടത്തിയതെന്ന് പറഞ്ഞു. BJPക്ക് BJPയുടെ നിലപാടുണ്ട്. അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ മരുമകൻ എന്നതിലായിരിക്കില്ല പ്രധാന വിരോധം, മറ്റേ പേരിലായിരിക്കും. അങ്ങനെയൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ വരുമ്പോൾ അതിന് വസ്തുതയുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണ്ടേ? കാര്യങ്ങൾ കൃത്യമായി നടത്തിപ്പോകുന്ന ഒരു മന്ത്രിസഭയായിട്ടാണ് ഈ മന്ത്രിസഭയെ
എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്. നാടിൻ്റെയും അനുഭവം അതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ KR ഗൗരിയമ്മ ഒഴികെ മറ്റൊരു സ്ത്രീക്കും മന്ത്രിസഭയിൽ രണ്ടാമതൊരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. രണ്ടാമതൊരു മന്ത്രിസഭയിലേക്ക് ഒരാളും വന്നിട്ടില്ല. 9 വനിതാ മന്ത്രിമാരുണ്ടായതിൽ മറ്റൊരാളും രണ്ടാം ടേം വന്നിട്ടില്ല. ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ ഈ വലിയ ദുരന്തങ്ങൾക്കിടയിൽ അങ്ങയോടൊപ്പം മുന്നിൽ നിന്ന് നയിച്ച ഒരാളായിരുന്നു. കേരളം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് അക്കാലത്തുണ്ടായ സർവേകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവർ മന്ത്രിസഭയിലേക്ക് വന്നില്ല. അത്തരത്തിൽ ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു അഫർമേറ്റീവ് ആക്ഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടതല്ലേ ഒരു വനിതാ രാഷ്ട്രീയ പ്രവർത്തകയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഞങ്ങളെ ആലോചനയിൽ അങ്ങനെ ഒരു പരിഗണന ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ആലോചനയിൽ എല്ലാ കാര്യങ്ങളിലും പൊതുവായ നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. ആ പൊതുവായ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ആർക്കും പ്രത്യേക പരിഗണന എന്ന നിലക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല. മുഹമ്മദ് റിയാസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്തുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടു. അന്നും ഇതുപോലെ പറഞ്ഞത്, വലിയ വിമർശനമായി പറഞ്ഞത് ബന്ധുത്വമാണ്. ഞാൻ ചോദിക്കുന്നത് അതിനെക്കുറിച്ചല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഗൗരവത്തിൽ കേരള സമൂഹം റിയാക്ട് ചെയ്തു എന്ന് CMന് തോന്നുന്നു. ഞാനൊരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലാണ് ചോദിക്കുന്നത്, ബന്ധു എന്നുള്ള നിലയിലല്ല. കേരളം അതിനോട് വേണ്ട രീതിയിൽ റിയാക്ട് ചെയ്തു എന്ന് CMന് തോന്നിയിട്ടുണ്ടോ? അതിലുള്ള വസ്തുതയാണ് നമ്മൾ കാണേണ്ടത്. കാരണം NHൻ്റെ ഉദ്ഘാടനമാകുമ്പോൾ സാധാരണഗതിയിൽ നാഷണൽ ഹൈവേയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് സാമാന്യ മര്യാദയായിട്ട് ഉള്ള കാര്യമാണ്. അത് ഉൾപ്പെടുത്താതിരുന്നത് സംഘാടകരുടെ ഭാഗത്ത് പറ്റിയ ഏറ്റവും വലിയ പെശകാണ്. ആ ഭാഗമാണ് മന്ത്രിമാർ അതിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ആ പരിപാടിയിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആ പരിപാടിയിൽ പോകാതിരുന്നത് ഈ വിവാദം വന്നതിൻ്റെ ഭാഗമായിട്ടല്ല. ഈ വിവാദം വരുന്നത് അതിൻ്റെ അവസാന ദിവസമാണ്. യഥാർത്ഥത്തിൽ അതിനു മുൻപ് തന്നെ ആ പരിപാടിയിൽ എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ അവരെ അറിയിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് വേറെ പരിപാടി ഒന്ന് വന്നു പോയിരുന്നു. അതുകൊണ്ട് എറണാകുളത്ത് എനിക്കന്ന് പോകാൻ കഴിയില്ല. ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിക്കുന്ന നിലയുണ്ടായി, ഞാൻ ഉണ്ടാവില്ല എന്ന്. അതിനുശേഷമാണ് ഈ വിവാദം ഉയർന്നു വരുന്നത്. വിവാദം ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ മന്ത്രിമാർ കടുത്ത രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവും ഇത് ശരിയായില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, അങ്ങനെയുള്ള ഞാൻ ചോദിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായിരുന്ന വീഴ്ച മാത്രമാണോ അതൊരു തരത്തിൽ എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ വന്ന കാര്യങ്ങൾ അത് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല. ഞാനൊരു വാർത്തയിൽ കണ്ടത് ഈ ബോർഡിൽ പേരുണ്ടായി, ക്ഷണത്തിലുണ്ടായില്ല എന്നെല്ലാം കണ്ടു. ഞാൻ പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. അത് ശരിയാണ്, തെറ്റായ രീതി തന്നെയാണത്, അതിന് സംശയമൊന്നുമില്ല. ഞാൻ അവസാനമായിട്ട് വ്യക്തിപരമായ ഒരു കാര്യം ചോദിച്ചോട്ടെ. കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്, ബഷീർ നേരത്തെ സൂചിപ്പിച്ച ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, ദേശീയ തലത്തിൽ പോലും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി നിൽക്കെ വ്യക്തിപരമായി ആ വിയോഗം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CMന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും തോന്നുന്നൊരു കാര്യമാണ്. അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു എന്താ പറയുക, ഞാൻ പലപ്പോഴും പറയുന്നത് എൻ്റെ ശരീരത്തിനൊരു ഭാഗം എന്നാണ്. ആ തരത്തിലുള്ളൊരു സഖാവായിരുന്നല്ലോ. അത് പലതരത്തിൽ ഫീൽ ചെയ്യും, അത് തന്നെയാണ്. പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിന് കൂട്ടായി പരിശ്രമിച്ച് നിർത്തുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു രീതിയാണ്. ആ നിലക്ക് മുന്നോട്ട് പോകാൻ നോക്കുക. ഞാൻ ചോദിക്കുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു തോട്ടാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പാർട്ടിയുടെ കാര്യത്തിൽ ഒരു ചോദ്യവും. അതെ, അതാണ് അതിൻ്റെ കാര്യത്തിൽ. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നും നമ്മുടെ മുമ്പിലില്ലല്ലോ. ഒരു ചോദ്യം കൂടി ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായി ആഭ്യന്തര വകുപ്പും അങ്ങ് തന്നെയാണ് കൈകാര്യം ചെയ്തത്. വയനാട്ടിലെ വർഗീസിൻ്റെ കൊലയ്ക്ക് ശേഷം കേരളത്തിൻ്റെ കാടുകളിൽ ആദ്യമായി 42 വർഷത്തിന് ശേഷം വെടിയേറ്റ് മുഴങ്ങിയത് യഥാർത്ഥത്തിൽ അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ്. 8 മാവോയിസ്റ്റ് പ്രവർത്തകരാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. കേന്ദ്രത്തിൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട് ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളിൽ ഒരു സംസ്ഥാനത്തിന് വേണ്ടത്ര ഒരു കൈകാര്യം ചെയ്യാൻ സാഹചര്യമില്ലാത്തൊരു അന്തരീക്ഷമുണ്ടോ? അങ്ങനെയല്ല. അത് ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് ആരും പോകുന്നില്ല.
യഥാർത്ഥത്തിൽ അവിടെയുള്ള ആയുധാരികളായ ആളുകളെ അവിടെ തന്നെ നിലനിർത്തുക എന്നുള്ളത് ഒരു സർക്കാരും ആഗ്രഹിക്കുന്ന കാര്യമല്ലല്ലോ. അവരെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തും. ആ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അവരും പ്രതികരിക്കും. അതാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി നിർഭാഗ്യകരമായ സംഭവം നടന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലാതെ അവരെ പോയിട്ട് നേരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു നിലയല്ല ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നെ അങ്ങനെയൊരു നിലപാട് സംസ്ഥാന സർക്കാരിന് ഏതായാലും ഇല്ലാത്തതാണ്. പക്ഷേ ആയുധങ്ങളുള്ളവരുമായിട്ടാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടന്നു വരും. അതേ കാണുള്ളൂ. റൈറ്റ്. ഞാൻ അവസാനം നേരത്തെ കോടിയേരിയുടെ കാര്യം ചോദിച്ചതിൻ്റെ തുടർച്ചയിൽ അത് കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതിപ്പോൾ ജി സുധാകരനും ടി കെ ഗോവിന്ദനും ഒക്കെ പുറത്തേക്ക് പോകുന്ന സാഹചര്യം വരുന്നു. കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഒരു നേതാവിൻ്റെ അസാന്നിധ്യം ഇത്തരം പ്രശ്നങ്ങളിൽ നിഴലിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ എന്താ പറയുക, ഒരു ദുർബലതയെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ അതിനെ കാണുകയേ ചെയ്യരുത്. അവരത് കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതുപോലൊരാളുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആവുമായിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കാണാൻ പറ്റില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചേക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് ആലോചിച്ചാണ് അന്നൊന്ന് കാര്യങ്ങൾ നീക്കുന്നത്. ഇന്നും അതേ കാര്യങ്ങൾ തന്നെയാണ് നീക്കുന്നത്. അതിനകത്ത് പ്രത്യേകമായി എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് എനിക്ക് ഇതേവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വ്യക്തിപരമായ സാന്നിധ്യം ബാലകൃഷ്ണൻ്റെത് വളരെ പ്രധാനം തന്നെയാണ്. അത് അങ്ങനെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ പൊതുവായ ആലോചനകൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് തീർത്തും വർഗവഞ്ചകരായി നിലപാട് സ്വീകരിച്ചു, പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ ഒരു കോടാലിയായി മാറി എന്നതൊക്കെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് പോറലേൽപ്പിക്കാനാണ് അവരിപ്പോൾ ഉദ്ദേശിച്ചതെങ്കിൽ ആ പോറലൊന്നും ഏൽക്കാൻ പോകുന്നില്ല. അതെല്ലാ സ്ഥലത്തും പാർട്ടിക്കൊരു പോറലുമില്ലാതെ തന്നെ നിലനിൽക്കും. ആ നിലയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ നന്ദി സി എം, ഞങ്ങളോട് വിശദമായി സംസാരിച്ചത്.